നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 410 410. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 23-ാം അധ്യായം ശ്ലോകം 30 മുതൽക്കാണ് എന്ന് പറയേണ്ടത്. ശ്ലോകം 30. ഇത്തം ഭൂതാനുഭാവോ അസോ പൃഥു സ ഭഗവത്തമ കീർത്തിതം തസ്യ ചരിതം ഉദ്ധാമചരിതസ്യ തേ. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, ഏറ്റവും ഭഗവത് ഭക്തനായ ഈ പൃഥു ഇപ്രകാരം അനുഭാവത്തോടു കൂടിയവനാകുന്നു. ഉത്കൃഷ്ടമായ ചരിതത്തോടു കൂടിയ അദ്ദേഹത്തിൻ്റെ ചരിതം അങ്ങയ്ക്കായിക്കൊണ്ട് പറയപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ചോദ്യോത്തരായിട്ട് അതിൻ്റെ ഭാവാർത്ഥം വരുമ്പോൾ, ഭഗവത് ഭക്തന്മാരിൽ വെച്ച ഉത്കൃഷ്ടനായ പൃഥുചക്രവർത്തി ഈ വിധം മാഹാത്മ്യമുള്ളവനാകുന്നു. കേൾക്കുന്നവർക്കും കീർത്തിക്കുന്നവർക്കും പരമഫലം നൽകുവാൻ സമർത്ഥമായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചരിതം അങ്ങയെ കേൾപ്പിച്ചു കഴിഞ്ഞു എന്ന് കൃതജ്ഞതാപൂർവം പറഞ്ഞു. 31-ാമത്തെ ശ്ലോകം. ഇതം സുമഹത് പുണ്യം ശ്രദ്ധയാവഹിത പടേത് ശ്രാവയ ശൃണു യാദ്വാപി സഹൃതോ പദവീം യാത്. ഏറ്റവും മഹത്തായും പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നതുമായിരിക്കുന്ന ഇതിനെ യാതൊരുവൻ ശ്രദ്ധയോടുകൂടെ മനസ്സിരുത്തിക്കൊണ്ട്, അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്, മനസ്സിരുത്തി ശ്രദ്ധയോടുകൂടി പഠിക്കുമോ, കേൾപ്പിക്കുമോ, കേൾക്കുകയോ ചെയ്യുമോ, അവൻ പൃഥുവിൻ്റെ പദവിയെ പ്രാപിക്കും എന്ന് പറഞ്ഞ എന്താർത്ഥം? ശ്രീ വൈകുണ്ഠപദം, മഹാവിഷ്ണുവിൻ്റെ പദം ശ്രീ വൈകുണ്ഠപദം പ്രാപിക്കും എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് പറഞ്ഞത്? ഏറ്റവും മാഹാത്മ്യമുള്ളതും പുണ്യത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നതുമായ ഇതിനെ യാതൊരുവൻ വിശ്വാസത്തോടും മനഃപൂർവമായും, അതായത് പരിപൂർണമായിട്ട് ഫുൾ ഫെയ്ത്തോടുകൂടി പഠിക്കുകയോ കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യുമോ, അവനും പൃഥുവിൻ്റെ പദവിയെ പ്രാപിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ ഈ എന്താണെന്നാ പറയുക, ഭാഗവതത്തിൻ്റെ തനിമ കിടക്കുന്നത് ഓരോ കഥകളും ഭഗവാന്റെ വേദസമാനമായിട്ടുള്ള ഉപദേശശകലങ്ങളും ആര് ശ്രദ്ധിക്കണു അവരൊക്കെ രക്ഷപ്പെടുന്നതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഇനി 32-ാമത്തെ ശ്ലോകം നോക്കുക. ബ്രാഹ്മണോ ബ്രഹ്മവർച്ചസ്വി രാജന്യോ ജഗതീപതി വൈശ്യ പടൻ വിട്പതി ശൂദ്ര സത്തമതാമ്യാത്. ഇവിടെ ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര ഇവരിൽ ആരും ഇത് പഠിച്ചാലും അവരവർക്ക് എന്ത് ലാഭം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ബ്രാഹ്മണൻ ബ്രഹ്മതേജസ്സുള്ളവൻ, ക്ഷത്രിയൻ ലോകരക്ഷ ചെയ്യുന്നവൻ, വൈശ്യൻ എന്താണെന്നാ പറയുക, ക്രയവിക്രയം ചെയ്യുന്നവൻ, പഠിക്കുന്നവൻ, വലിയ കച്ചവടക്കാരൻ എന്നർത്ഥം. ശൂദ്രൻ അത്യന്തം സത്തായവൻ എന്ന നിലയെ പ്രാപിക്കും എന്ന് അഷുറൻസ് തരുന്നുണ്ട്. അതിൽ നമ്മൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. ഇനി അതിൻ്റെ ഭാവാർത്ഥം വരുമ്പോൾ, കേൾക്കുകയോ കേൾപ്പിക്കുകയോ പഠിക്കുകയോ ചെയ്യുന്ന ബ്രാഹ്മണൻ ബ്രഹ്മതേജസ്സുള്ളവനായിട്ടും, ക്ഷത്രിയൻ ലോകപാലകനായിട്ടും, വൈശ്യൻ മഹാവർത്തകനായിട്ടും, ശൂദ്രൻ സത്തുക്കളിൽ ശ്രേഷ്ഠനായിട്ടും ഭവിക്കും. അപ്പോൾ ഇതാർക്കും നിരസിക്കാൻ പറ്റില്ല ഈ ഒരു വേദപ്രമാണത്തെ. അതുകൊണ്ട് ഇത് എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പറയണു. അത് കഴിഞ്ഞ് 33-ാമത്തെ ശ്ലോകം ഒരു 3 വരി ശ്ലോകമാണ്. അതെങ്ങനെയാണ് പോണത്? ത്രികൃത്വ ഇതം ആകർണ്യ നരോ ന ആര്യധവ അധൃത അപ്രജ സുപ്രജതമോ നിർധനോ ധനവത്തമ
അസ്പഷ്ടകീർത്തിസു യസാ മൂർഖോ ഭവതി പണ്ഡിത. മൂർഖന്മാർ പണ്ഡിതന്മാരെന്ന് പറയണ്ടായി, എന്നിട്ടും ആൾക്കാർ പഠിക്കണില്ല എന്നുള്ളതാണ് സത്യം. എന്താ പറഞ്ഞത്? 3 പ്രാവശ്യം ഇതിനെ കേട്ടിട്ട് ആദരവോടുകൂടിയ സ്ത്രീയോ പുരുഷനോ, അപ്പോൾ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, പ്രജാവിഹീനൻ ശ്രേഷ്ഠ സന്താനമുള്ളവനായിട്ടും ധനഹീനൻ ഏറ്റവും ധനവാനാകും. മാത്രമല്ല സ്പഷ്ടമായ കീർത്തിയില്ലാത്തവൻ നല്ല കീർത്തിമാനായും മൂഢൻ വിദ്വാനായും ഭവിക്കും എന്ന് പറഞ്ഞു. ഇത് വെറുതെ പറഞ്ഞതല്ല, അനുഭവം കൊണ്ട് പറയുക ചെയ്യണത്. അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് പറഞ്ഞത്? ആദരപൂർവം ഏതൊരു പുരുഷനോ സ്ത്രീയോ ഇതിനെ 3 പ്രാവശ്യം കേൾക്കുന്നുവോ അവൻ സന്താനഹീനന്മാരാണെങ്കിൽ ഉത്തമ സന്താനമുള്ളവരായും ധനഹീനന്മാരാണെങ്കിൽ മഹാധനവന്മാരായും സൽകീർത്തിമാനായും മൂഢൻ പണ്ഡിതനായും ഭവിക്കും. അഭീഷ്ടത്തെ സാധിപ്പിക്കുവാൻ മതിയായ മാഹാത്മ്യം ഈ ചരിതത്തിന് ഉണ്ട് എന്ന് ഘോഷിക്കുന്നു. 34-ാമത്തെ ശ്ലോകം നോക്കൂ. ഇതം സുസ്ഥയനം പുംസാം അമംഗല്യ നിവാരണം. അമംഗല്യത്തെ നിവാരണം ചെയ്യാൻ പറ്റും, എല്ലാ മംഗളമായ കാര്യങ്ങളും സംഭവിക്കും. ധന്യം യശസ്യമായുഷ്യം സ്വർഗ്യം കലിമലാപഹം. ഇത് സുഖാവകം, ജനങ്ങളുടെ സ്ത്രീയില്ലായ്മയെ നശിപ്പിക്കുന്നത്, ധനത്തെ വർദ്ധിപ്പിക്കുന്നത്, യശസ്സിനെ ജനിപ്പിക്കുന്നത്, ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നത്, സ്വർഗത്തെ സാധിപ്പിക്കുന്നത്, കലിദോഷത്തെ തീർക്കുന്നത് എന്നീ ഗുണങ്ങളുണ്ട് ഇതിന്, ഈ പൃഥുചരിതത്തിന് എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം വരുമ്പോൾ ഇത് ശരീരസൗഖ്യത്തെ നൽകുന്നതിനും അമംഗളത്തെ തടുക്കുന്നതിനും കൃതാർത്ഥതയെ വരുത്തുന്നതിനും യശസ്സിനെയും ദീർഘായുസ്സിനെയും സ്വർഗലോകത്തെയും സാധിപ്പിക്കുന്നതിനും കലിദോഷത്തെ തീർക്കുന്നതിനും സമർത്ഥമാകുന്നു എന്ന് പറയുണ്ടായി. ഇനി 35-ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? ധർമാർത്ഥകാമമോക്ഷാണാം സമ്യക് സിദ്ധിം അഭീപ്സുഭി ശ്രദ്ധയേതനുശ്രാവ്യം ചതുർണാം കാരണം പരം. അതായത് ധർമാർത്ഥകാമമോക്ഷങ്ങളുടെ അനായാസമായിട്ടുള്ള സിദ്ധിയെ ആഗ്രഹിക്കുന്നവരാൽ 4ൻ്റെയും പ്രധാന കാരണമായിരിക്കുന്ന ശ്രദ്ധയോടുകൂടെ നിരന്തരം ശ്രവിക്കത്തക്കതാകുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഇനി ഇതിൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന 4 പുരുഷാർത്ഥങ്ങളെയും ആയാസം കൂടാതെ സമ്പാദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധയോടുകൂടെ ഈ ആഖ്യാനത്തെ നിരന്തരം ശ്രവിക്കുകയും, അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം, വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയാണെങ്കിൽ ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ഇതിന് ആ 4 പുരുഷാർത്ഥങ്ങളെയും സാധിപ്പിക്കുവാനുള്ള മാഹാത്മ്യം അഭിചരിതമാകുന്നു എന്ന് പറഞ്ഞു. അതായത് തന്മയത്വത്തോടുകൂടി മനസ്സിരുത്തി കേൾക്കേണ്ടതാണ് എന്ന് പറയുണ്ടായി. 36-ാമത്തെ ശ്ലോകം. വിജയാഭിമുഖോ രാജാ ശ്രുതേതനുയാദിയാൻ ബലിം തസ്മൈ ഹരന്ത്യഗ്രേ രാജാന പൃഥഭോ യഥാം. വിജയത്തെ ആഗ്രഹിക്കുന്ന രാജാവ് ഇതിനെ കേട്ടിട്ട് യാതൊന്നുകളെ പ്രാപിക്കുന്നുവോ രാജാക്കന്മാർ ആദിയിൽ പൃഥുവിനെ പോലെ അവനായിക്കൊണ്ട് ബലിയെ സമർപ്പിക്കുന്നു. അവർക്ക് ശ്രീഹരിക്കായിട്ട് ബലി അർപ്പിക്കുന്നവർ അതപ്പതിക്കില്ല. അതിൻ്റെ ഭാവാർത്ഥാണ് ഇനി പറഞ്ഞത്. ജയത്തെ ആഗ്രഹിക്കുന്ന രാജാവ് ഈ ആഖ്യാനത്തെ ശ്രവിച്ചതിനു ശേഷം ഏതു ദേശങ്ങളെ ജയിപ്പാനായി പോകുന്നുവോ ആ ദിക്കിലെ രാജാക്കന്മാർ ആദിരാജാവായ പൃഥുവിനെന്ന പോലെ അവനായിക്കൊണ്ട് കപ്പം സമർപ്പിക്കും. അപ്പോൾ യുദ്ധമില്ലാതെ തന്നെ സാമന്തന്മാരെ നിർത്തിയിട്ട് ഏകഛത്രാധിപതിയായിട്ട് തീരാൻ സാധിക്കുന്ന അർത്ഥം പറയാം. 37 മുക്താഹന്യസംഘോ ഭഗവത്യമലാം ഭക്തിമുദ്വഹൻ വൈനസ്യ ചരിതം പുണ്യം ശൃണുയാ ശ്രാവയേൽ പഠേത്.
മോചിക്കപ്പെട്ട അന്യസംഘത്തോടു കൂടിയവനും ഭഗവാനിൽ നിർമ്മലമായ ഭക്തിയെ വഹിക്കുന്നവനുമായിട്ട് പൃഥുവിൻ്റെ പുണ്യമായ ചരിതത്തെ കേൾക്കണം, കേൾപ്പിക്കണം, പഠിക്കണം. ഉത്തരവാദിത്തമുണ്ട്, കേൾപ്പിക്കണം. പൃഥുചരിതം ശരിക്കും അർത്ഥം പറഞ്ഞ് ആചാര്യന്മാരെ കേൾപ്പിക്കണം. അല്ലാണ്ട് നോട്ടീസിലുള്ള ഏതാനും കഥകൾ പറഞ്ഞിട്ട് എസ്കേപ്പ് ചെയ്യാൻ പാടില്ല. ഇനി അതിൻ്റെ ഭാവാർത്ഥം, സകാമന്മാർക്ക് കാമനകളോടുകൂടി ഈശ്വരനെ ഉപാസിക്കുന്നവർക്ക് ധർമാദി പുരുഷാർത്ഥങ്ങൾ സിദ്ധിക്കുമെങ്കിലും ധർമ്മം അർത്ഥം കാമുണ്ടാവും, പക്ഷെ അവർക്ക് എന്തില്ല, മോക്ഷം കിട്ടില്ല. നിഷ്കാമനായിട്ട് കഥ കേൾക്കുന്നത് തന്നെ ശ്ലാഘ്യം എന്ന് ഉറപ്പിക്കുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? അധപ്പതനമില്ല. വിഷയസുഖങ്ങളിൽ ഒട്ടും ആഗ്രഹം കൂടാതെ ഭഗവാനിൽ കളങ്കഹീനമായ ഭക്തിയെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് പൃഥുവിൻ്റെ ചരിതത്തെ കേൾക്കുകയോ കേൾപ്പിക്കുകയോ പഠിക്കുകയോ ചെയ്യണം എന്നാ പറഞ്ഞത്. 38 വൈചിത്രവീര്യാഭിഹിതം മഹാത്മ്യസൂചകം അസ്മിൻ കൃതം മതിർമർത്യ പാർത്ഥവീം ഗതിം ആപ്നുയാത്. ഹേ വിചിത്രവീരപുത്ര, ഇതാരോടാ പറഞ്ഞത്? വിതുരനോട്. വിചിത്രവീരപുത്ര, മഹാത്മാന്മാരുടെ മഹാത്മ്യത്തെ സൂചിപ്പിക്കുന്നതായ ഇത് പറയപ്പെട്ടു. ഇതിൽ മനസ്സിരുത്തുന്ന മനുഷ്യൻ പൃഥു പ്രാപിച്ചതായ ഗതിയെ പ്രാപിക്കും. അതായത് ഭഗവാന്റെ എന്താ പറയുക, ശ്രീനാരായണൻ്റെ നാരായണാലയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിച്ചിട്ടുള്ള ശരീരത്തിനെ വൈകുണ്ഠമെന്ന് പറയുന്നു. ആ ശരീരത്തിൽ നിവസിക്കുന്ന വൈകുണ്ഠൻ്റെ പദത്തിൽ നമുക്ക് അഭയം പ്രാപിക്കാൻ സാധിക്കും. അപ്പോൾ പറഞ്ഞു, ഹേ വിചിത്രവീരകുലജാതനായ വിതുരാന. വിചിത്രവീരൻ ജനിച്ചിട്ടുള്ള കുലത്തിൽ ജനിച്ചിട്ടുള്ള ആളാണ് ആരെ? വിതുരരെ. മഹാന്മാന്മാരുടെ മാഹാത്മ്യം ഇപ്രകാരമാണെന്ന് സൂചിപ്പിക്കുന്ന പൃഥുചരിതം ഞാൻ അങ്ങയോട് പറഞ്ഞു. ശ്രവണാദികൾ നിമിത്തം ഇതിൽ മനസ്സിരുത്തുന്നവൻ ആരായിരുന്നാലും വേണ്ടില്ല എന്നാണ്. പണ്ഡിതനോ പാമരനോ ആരായിക്കോട്ടെ, മനുഷ്യമാത്രനായിരിക്കുന്ന അവൻ പൃഥുവിന് ലഭിച്ചതായ വൈകുണ്ഠം ലഭിപ്പാൻ അർഹനായി വരും എന്നുള്ള ആശിസ്സുണ്ട് ഇവിടെ. ഇനി ഇതിൽ ലാസ്റ്റ് ശ്ലോകം 39 ഒരു 4 വരി ശ്ലോകമാണ്, ശ്രദ്ധിക്കുക. അനുദിനം ഇതം ആദരേണ ശൃണ്വൻ, ദിവസവും ഇത് ആദരവോട് കേൾക്കുന്നവൻ പൃഥുചരിതം പ്രദയൻ വിമുക്ത സംഘ, വിമുക്തന്മാരോട്, അതായത് മോക്ഷോത്സുക്കളോട് താല്പര്യം ഉണ്ടാവുക. ഭഗവതി ഭവസിന്ധു ബോധപാദേ സജ നിപുണാം ലഭതേ രതി മനുഷ്യാം. എന്താ പറഞ്ഞത്? നിരന്തരം സദാസേവ്യ ഈ പൃഥുചരിതത്തെ സംഘത്തിൽ നിന്ന് വിമുക്തനായിട്ട് ആദരത്തോടുകൂടെ കേൾക്കുകയും പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്യുന്ന മനുഷ്യൻ സംസാര സമുദ്രത്തിന് കപ്പലായിരിക്കുന്ന പാദങ്ങളോടുകൂടിയ ഭഗവാനിൽ സമർത്ഥയായ പ്രീതിയെ ലഭിക്കുന്നു. സമർത്ഥയായ പ്രീതിയെ എന്നാ പറയുന്നത്. ഇനി അതിൻ്റെ ഭാവാർത്ഥത്തോടു കൂടിയിട്ട് ഈ ചതുർത്ഥ സ്കന്ധത്തിലെ 23-ാം അധ്യായം സമാപ്താവുകയാണ്. ഏതൊരു മനുഷ്യൻ അന്യവിഷയത്തിൽ ആഗ്രഹം വയ്ക്കാതെ നിരന്തരം ഈ പൃഥുചരിതം കേൾക്കുകയോ വിസ്തരിച്ചർത്ഥം പറഞ്ഞ് കേൾപ്പിക്കുകയോ ചെയ്യുന്നുവോ അവൻ സംസാര സമുദ്രത്തെ കടത്തിവിടുന്ന പാതാരവിന്ദങ്ങളോടുകൂടിയ ഭഗവാനിൽ ജന്മമരണാദി ദുഃഖങ്ങളെ നശിപ്പിക്കുവാൻ തക്ക ശക്തിയോടുകൂടിയ പരമപ്രീതി ലക്ഷണമായ ഭക്തിയെ പ്രാപിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കവി ഈ ചതുർത്ഥ സ്കന്ധത്തിൽ 23-ാം അധ്യായം അവസാനിപ്പിക്കുന്നത്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥ സ്കന്ധേ കാമപ്രകരണേ പൃഥുചരിതേ മോക്ഷനിരൂപണം നാമ ത്രയോവിംശോ അധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇതിവിടെ കഴിഞ്ഞു. ഈ നമുക്ക്
സമയം കളയണ്ട, ഉടനെ അടുത്ത അധ്യായത്തിലേക്ക് പോവാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 24-ാം അധ്യായം ശ്ലോകം 1. മൈത്രേയാ ഉവാച. വിജിതാശോ അതിരാജ ആസേൽ പൃഥുപുത്ര പൃഥുസ്രവാ യവീയേഭ്യോ അതദാത് കാഷ്ടാഭ്രാതൃഭ്യോ ഭ്രാതൃവത്സല. പ്രാസത്തോട് കൂട്ടുള്ള വാക്കുകളാണ്. അപ്പോൾ പറയണു, അധിക കീർത്തിയോടുകൂടിയ പൃഥുവിൻ്റെ പുത്രൻ വിജിതാശ്വൻ ചക്രവർത്തിയായി ഭവിച്ചു. അച്ഛനെ ഫോളോ ചെയ്തു. എന്നിട്ടോ ഭ്രാതാക്കളിൽ താല്പര്യമുള്ള അവൻ താഴെയുള്ള സഹോദരന്മാർക്കായി കൊണ്ട് ദിക്കുകളെ ദാനം ചെയ്തു. 4 ദിക്കുകളെ 4 സഹോദരന്മാർക്ക് ദാനം ചെയ്തു. അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. മൈത്രേയർ പറഞ്ഞു, കഴിഞ്ഞ 11 അധ്യായങ്ങളാൽ ഭഗവത് പ്രസാദം നിമിത്തം കാമപുരുഷാർത്ഥം ധ്രുവനും പൃഥുവിനും സാധിച്ചതിനെ വർണ്ണിച്ച ശേഷം ഇത് മുതൽ 8 അധ്യായങ്ങളാൽ ഹരിഭക്തന്മാരായ പ്രചേതസ്സുകൾ ഭഗവത് പ്രസാദത്താൽ മോക്ഷം പ്രാപിച്ചുവെന്ന് കാണിക്കുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. എങ്ങനെ? അതിൽ പ്രചേതസ്സുകൾ ആരാണെന്ന് മുമ്പ് ചെയ്തിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ഭാവിക്കുന്ന മൈത്രേയർ പൂർവകഥയെ തുടർന്ന് വിതുരരോട് പറയുന്നു. പൃഥുവിന് ശേഷം പൃഥുപുത്രനും മഹാകീർത്തിശാലിയുമായ വിജിതാശ്വൻ രാജാവായി ഭവിച്ചുല്ലോ. കനിഷ്ഠ സഹോദരന്മാരാൽ സ്നേഹയുക്തനായ ആ രാജാവ് അവർക്ക് ഓരോ ഭാഗങ്ങളെ പരിപാലിപ്പിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് തന്നെ പറഞ്ഞത്. 2-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. ഹര്യക്ഷായാദിശൽ പ്രാചീം ധൂമ്രകേശായ ദക്ഷിണാം പ്രതീചിം മൃഗസംജ്ഞായ തുര്യാം ദ്രവിണസേ വിഭൂ. സമർത്ഥനായ ആ രാജാവ് ഹര്യക്ഷനായി കൊണ്ട് കിഴക്കുദിക്കും ധൂമ്രകേശന് തെക്കും വൃഗൻ എന്നു പേരുള്ളവന് പടിഞ്ഞാറും ദ്രവിണസിന് 4-ാമത്തെ ദിക്കും നൽകി. ഇനി അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് വരുന്നത്? കനിഷ്ഠ സഹോദരന്മാരുടെ യോഗ്യതയെ നന്നായി അറിഞ്ഞിരുന്ന ആ വിജിതാശ്വ ചക്രവർത്തി ഹര്യക്ഷന് കിഴക്കുദിക്കും ധൂമ്രകേശന് തെക്കുദിക്കും വൃഗന് പടിഞ്ഞാറ് ദിക്കും ദ്രവിണസിന് വടക്ക് ദിക്കും പാലിപ്പാനായി കൊടുത്തു. 3-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. അന്തർധാനഗതിം ശക്രാം ലബ്ധ്വാ അന്തർധാന സംചിത അപത്യുത്രയാ മാധാത്താ ശിഖണ്ഡിന്യാം സുസമ്മതം. അതായത് ഇന്ദ്രനിൽ നിന്ന് തിരോധാന വിദ്യയെ ലഭിച്ചിട്ട് അന്തർധാനൻ എന്ന പേരുള്ളവനായി തീർന്നു. ശിഖണ്ഡിയിൽ നിന്ന് ഏറ്റവും സമ്മതമായിരിക്കുന്ന 3 സന്താനം ആദാനം ചെയ്തു എന്ന് പറഞ്ഞാൽ വിത്ത് പാവി എന്ന് തന്നെ പറയാം. അതിൻ്റെ ഭാവാർത്ഥം വരുന്നു. ഈ അശ്വത്തെ ഇന്ദ്രനിൽ നിന്ന് വീണ്ടെടുത്ത സമയം പരാക്രമം കണ്ട് സന്തോഷിച്ച ഇന്ദ്രൻ തിരോധാന വിദ്യയെ ആർക്കും കാണാൻ സാധിക്കാത്ത വിധം മറഞ്ഞിരിക്കുന്നതായ വിദ്യ ഉപദേശിച്ചിരുന്നതിനാൽ വിജിതാശ്വന് അന്തർധാനൻ എന്നുകൂടെ ഒരു പേര് ഉണ്ടായിരുന്നു. അതാണ് കർമ്മത്തിനനുസരിച്ചിട്ടുള്ള പേരുകൾ വരുന്നു പറയാൻ കാരണം. ആ രാജാവിന് ശിഖണ്ഡിനി എന്ന ഭാര്യയിൽ പരാക്രമാദി സൽഗുണങ്ങൾ, ശിഖണ്ഡിനിയിലെ പരാക്രമമാദി സൽഗുണങ്ങൾ കൊണ്ട് തന്നോട് തുല്യന്മാരാണെന്ന് പ്രജകൾ പുകഴ്ത്തുന്നവരായ 3 പുത്രന്മാരുണ്ടായി എന്ന് പറയണം. 4-ാമത്തെ ശ്ലോകം നോക്കൂ. പാവക പവമാനശ്ചാസുചിരിത്യഗ്നയ പുരാ വസിഷ്ഠശാപതുത്പന്ന പുനരോഗഗതിം ഗതാം. പണ്ട് വസിഷ്ഠൻ്റെ ശാപം ഹേതുവായിട്ട് ജനിച്ചവരായ അഗ്നികൾ പിന്നെയും യോഗഗതിയെ പ്രാപിച്ചു. അങ്ങനെയുണ്ട്.
അതിൻ്റെ ഭാവാർത്ഥം കേട്ടോളൂ. ഈ 3 പുത്രന്മാർ പാവകൻ, പവമാനൻ, ശുചി എന്ന് പേരുള്ള 3 അഗ്നികളുടെ അഭിമാനികളായ ദേവന്മാരാകുന്നു. പണ്ട് വസിഷ്ഠമുനി അവരെ ശപിച്ചതുകൊണ്ട് മനുഷ്യലോകത്തിൽ അവർ ജനിച്ചിരിക്കുന്നു. ഈ ജന്മത്തിൽ പൂർവവാസനയെ അനുസരിച്ച് യോഗ തത്വത്തെ ധരിച്ചതിനാൽ അവർ മുക്തന്മാരായി ഭവിച്ചു എന്ന് പറഞ്ഞു. ആർക്ക് എന്താണ് ആഗ്രഹം അത് നടക്കാതെ ഇരിക്കില്ല. 5-ാമത്തെ ശ്ലോകം. അന്തർധാനോ നവസ്വത്യാം ഹവിർധാനമവിന്ദദാ യ ഇന്ദ്രം അശ്വഹർത്താരം വിദ്വാനപീന ജഗ്നിവാൻ. യാതൊരുവൻ അറിവുള്ളവനാണെങ്കിലും അശ്വത്തെ ഹരിച്ച ഇന്ദ്രനെ ഹനിച്ചില്ലയോ, വധിച്ചില്ല. ആ അന്തർധാനൻ നഭസ്സുതിയിൽ ഹവിർധാനനെ ലഭിച്ചു, അതായത് പുത്രനായിട്ട് കിട്ടി. അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. യജ്ഞീയാശ്വത്തെ, യജ്ഞത്തിന് ഉപയോഗിച്ച അശ്വത്തെ അപഹരിച്ച ഇന്ദ്രനെ വധിപ്പാൻ സമർത്ഥനായിരുന്നിട്ടും, അതാണ് ഒരാളെ കൊല്ലാൻ കഴിയണമെങ്കിൽ കൊല്ലാണ്ടിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. വധിക്കാതിരുന്നതിനാൽ ഇന്ദ്രനിൽ നിന്ന് വരമായിട്ട് അന്തർധാന വിദ്യയെ ലഭിച്ച അന്തർധാനന് നഭസ്സുതി എന്നു പേരായ 2-ാമത്തെ ഭാര്യയിൽ ഒരു സന്താനമുണ്ടായി. അവന് ഹവിർധാനൻ എന്ന് പേര് ഇട്ടു എന്നാണ് പറഞ്ഞത്. 6-ാമത്തെ ശ്ലോകം. രാജ്ഞാം വൃത്തിം കരാദാനദണ്ഡശുൽക്കാദിദാരുണം മന്യമാനോ ദീർഘസത്ര വ്യാജേന വിസജർജഹാം. രാജാക്കന്മാരുടെ വൃത്തിയെ, അതായത് പ്രവൃത്തിയെ, ഉപജീവന സമ്പ്രദായത്തെ കരദാനദണ്ഡശുൽക്കാദിദാരുണം, കരാദാനം, ദണ്ഡം, ശുൽക്കം എന്നിവ ക്രൂരമായിട്ട്, മന്യമാന വിചാരിക്കുന്നവനായിട്ട്, ദീർഘസത്ര വ്യാജേന, ദീർഘസത്രം എന്ന വ്യാജത്താൽ ഉപേക്ഷിച്ചു. എന്നിട്ടോ ആ കഥ പ്രസിദ്ധമാണ്, അതുകൊണ്ട് കേട്ടോളൂ എന്നാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് വരുന്നത്? പ്രജകളിൽ നിന്ന് കരം പിരിക്കുക, കുറ്റക്കാരെ ശിക്ഷിക്കുക, പിഴ കൽപ്പിക്കുക, ഫൈൻ അടിക്കുക എന്ന് പറയും അല്ലേ, എന്നീ വിധത്തിൽ ഉപജീവനം കഴിക്കുന്ന രാജാക്കന്മാരുടെ വൃത്തി പ്രാണികൾക്ക് പ്രീഡയെ ജനിപ്പിക്കുന്നതാണെന്നുള്ള വിചാരത്താൽ ഹവിർധാനൻ ആ വൃത്തിയിൽ പ്രവേശിച്ചില്ല. ബഹുകാലം കൊണ്ട് അവസാനിക്കുന്നതായ സത്രം നടത്തിയതാണ്. സത്രം നടത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കണം? സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുന്ന പോലെ ആ സത്രത്തിൽ പങ്കുകെടുക്കുന്നവർക്ക് ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായിരിക്കണം ഉദ്ദേശം. അപ്പോൾ 7-ാമത്തെ ശ്ലോകം പറഞ്ഞു. തത്രാപി ഹംസം പുരുഷം പരമാത്മാനമാത്മദൃക് യജം സ്ഥല്ലോകതാം ആപാ കുശലേന സമാധിനാം. എന്താ പറഞ്ഞത്? അതിലും ആത്മാവിനെ കാണുന്നവനായിട്ട് പരിശുദ്ധനും പരിപൂർണനും പരമാത്മാനും, അതായത് ഭഗവാനെ കുശലേന സമാധിന, സമർത്ഥന്മാരായിരിക്കുന്ന മനോനിയമനത്തോടുകൂടെ പൂജിക്കുന്നവനായിട്ട് ഭഗവൻ ലോകത്തെ പ്രാപിപ്പാനുള്ള യോഗ്യതയെ പ്രാപിച്ചു. എല്ലാറ്റിനും യോഗ്യത ഉണ്ട്, അത് പ്രാപിച്ചു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഭാവാർത്ഥം ഇനി പറയാൻ പോണത്. സത്രത്തിൽ ഉപയോഗപ്പെടുത്തുന്ന സർവപദാർത്ഥങ്ങളും ഭഗവാന്റെ സ്വരൂപം തന്നെ എന്നുള്ള ബോധത്തോടുകൂടെ ഭക്തന്മാരുടെ സമസ്ത സന്താപങ്ങളെയും സംഹരിക്കുന്ന പരിപൂർണ സ്വരൂപനായ ഭഗവാനെ നിശ്ചലമായ മനോഭാവത്തോടുകൂടി, അതായത് എന്താ, ആറ്റിക്കുറുക്കിയ എന്ന് ഒരു പാട്ടുണ്ടല്ലേ, ആറ്റിക്കുറുക്കിയ ഒരു പാല് എന്നുള്ള അർത്ഥത്തിൽ എല്ലാം ആറ്റിക്കുറുക്കണം. അതാണ് ഇവിടെ സംഹരിക്കുന്ന പരിപൂർണ സ്വരൂപനായ ഭഗവാനെ നിശ്ചലമായ മനോഭാവത്തോടുകൂടെ പൂജിച്ചതിനാൽ ഭഗവാന്റെ ലോകമായ വൈകുണ്ഠത്തെ പ്രാപിക്കുന്നു എന്നാണ് പറഞ്ഞത്.
അപ്പോൾ എട്ടാമത്തെ ശ്ലോകം അവിർധാനാദ്ധാവിർധാനി വിദുരാസുത ഷട്സുതാൻ ബർഹിഷതം ഗയം ശുക്ലം കൃഷ്ണം സത്യം ജിതവ്രതം. എന്താ എൻ്റെ ഭാവാർത്ഥം വരിക? അവിർധാനൻ്റെ പത്നി ഹവിർധാനി, ഹേ വിദുര, ബർഹിഷത്ത് അതായത് ഗയൻ, ശുക്ലൻ, കൃഷ്ണൻ, സത്യൻ, ജിതവ്രതൻ എന്ന് പേരായ 6 പുത്രന്മാരെ പ്രസവിച്ചു എന്നാണ്. 9ാമത്തെ ശ്ലോകം നോക്കുക. ബർഹിഷൽ സുമഹാഭാഗോ ഹാവിർധാനി പ്രജാപതി ക്രിയാകാണ്ഡേഷു നിഷ്ണാദോ യോഗേഷു ച കുരുദ്വഹ. ഹേ വിദുരരെ, അതായത് ഹവിർധാനൻ്റെ പുത്രനും ഏറ്റവും ഭക്തനുമായ ബർഹിഷത്ത് എന്ന പ്രജാപതി ക്രിയാകാണ്ഡങ്ങളിലും യോഗങ്ങളിലും നിപുണനായിരുന്നു എന്നിട്ടാണ് പറഞ്ഞത്. ഹേ അനുഭാവ, ഹേ കുലശ്രേഷ്ഠ, ഹേ വിദുരരെ, ഹവിർധാനൻ്റെ പുത്രനായ ബർഹിഷത്ത് മഹാഭക്തനും പ്രജാപരിപാലനത്തിൽ നിഷ്ഠയുള്ളവനും ആയിരുന്നു. യാഗാദി കർമ്മങ്ങളെ പ്രതിപാദിക്കുന്ന കർമ്മകാണ്ഡങ്ങളിലും പ്രാണായാമാദികളെ വിവരിക്കുന്ന യോഗശാസ്ത്രങ്ങളിലൂടെയും അദ്ദേഹം നിപുണനായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ 10ാമത്തെ ശ്ലോകം പറഞ്ഞിട്ട് നിർത്താം. യസ്യേദം ദേവയജനം അനുയജ്ഞം വിതന്വത പ്രാചീനാഘ്രേ കുശൈരാസീത് അസ്തൃത്യം വസുധാതലം. യജ്ഞാനന്തരം യജ്ഞത്തെ നടത്തുന്ന യാതൊരുവിൻ്റെ കിഴക്കോട്ട് മുഖത്തോടുകൂടിയ കുശങ്ങളാൽ ദർഭപ്പുല്ലാൽ മൂടപ്പെട്ട വസുധാതലം ഭൂമി മുഴുവനും യജ്ഞസ്ഥലമായിട്ട് ഭവിച്ചു. സർവത്ര യജ്ഞങ്ങളും യാഗങ്ങളും ഭൂമിയിൽ നടക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞിട്ട് നിർത്താം. ഒരു യാഗം കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള സ്ഥലത്തിൽ തന്നെ മറ്റൊരു യാഗം നടത്തിക്കൊണ്ടിരുന്ന അദ്ദേഹം കിഴക്കോട്ട് അഗ്രമാക്കി വിച്ചിരിക്കുന്ന ദർഭകൾ കൊണ്ട് മൂടപ്പെട്ട ഭൂമിതലം മുഴുവനും യാഗഭൂമിയാക്കി തീർത്തു. അതിനാൽ അദ്ദേഹത്തിന് പ്രാചീന ബർഹിസ് എന്ന പേരുണ്ടായി. അപ്പോൾ ഓരോരുത്തർ ചെയ്യുന്ന ഫലങ്ങൾ അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഔചിത്യം, ഭാവം എന്നൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും പറയാൻ സാധിക്കും. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും എല്ലാവരുടെയും പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.